എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2013 സെപ്റ്റംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 പരീക്ഷയുടെ സൈക്കോളജിയാണ്. അതിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, IQ അഥവാ ഇന്റലിജൻസ് ക്വോഷ്യന്റ് കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം ഏതാണ്? IQ കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം ഏത്? എ CA/MA into 100, B MA/CA into 100, C MA into CA into 100, D MA into CA/100. ഇതിലേതാണ്? ആ സൂത്രവാക്യത്തിൽ CA എന്നും MA എന്നും 100 എന്നും ഉണ്ട്, പക്ഷെ അത് പല രൂപത്തിൽ കൊടുത്തിരിക്കുകയാണ്. ഇതിലേതാണ് ശരി? MA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെന്റൽ ഏജ് ആണ്. CA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രോണോളജിക്കൽ ഏജ് ആണ്. B ആണ് ഇതിൽ ഉത്തരം. MA/CA into 100, MA/CA into 100 എന്ന ഈ B ആണ് ശരി. ഇനി രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയാ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്ത ഘട്ടം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയാ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്ത ഘട്ടം ഏതാണ്? അഥവാ സ്റ്റേജസ് ഓഫ് കൺസെപ്റ്റ് ഫോർമേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. എ പ്രവർത്തന ഘട്ടം അഥവാ എനാക്റ്റീവ് സ്റ്റേജ്, ബി ചിന്തന ഘട്ടം അഥവാ തിങ്കിങ് സ്റ്റേജ്, സി ബിംബന ഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജ്, ഡി പ്രതീകാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ്. ഇതിൽ സ്റ്റേജസ് ഓഫ് കൺസെപ്റ്റ് ഫോർമേഷനിൽ അഥവാ ആശയ രൂപീകരണ പ്രക്രിയാ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ബി ആണ്. ചിന്തന ഘട്ടമാണ്, തിങ്കിങ് സ്റ്റേജ്. അത് ഇതിൽ ഉൾപ്പെടാത്തതാണ്. ബി ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ക്ലാസ്സിൽ അധ്യാപിക പറയുന്നത് ശ്രദ്ധിക്കാതെ ഒരിടത്തും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന കുട്ടി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ക്ലാസ്സിൽ അധ്യാപിക പറയുന്നത് ശ്രദ്ധിക്കാതെ ഒരിടത്തും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന കുട്ടി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? എ ADHD, B ഓട്ടിസം, C മോറോൺസ്, D CP അഥവാ സെറിബ്രൽ പാർസി. ഏതാണ് ഉത്തരം? ഉത്തരം എ ആണ്. ADHD. അധ്യാപിക പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ഒരിടത്തും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന കുട്ടി, ആ കുട്ടി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിയാണ്. അതോ ആ കുട്ടി ADHD എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുട്ടിയാണ്. നാലാമത്തെ ചോദ്യം, ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്വീകാര്യനാണ് രാഹുൽ. അവൻ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അനുതാപം, സഹകരണ മനോഭാവം, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആത്മനിയന്ത്രണം, ലക്ഷ്യബോധം എന്നീ ഗുണങ്ങളും രാഹുലിന് ഉണ്ട്. ഇത് കാണിക്കുന്നത് രാഹുലിന്റെ എ ബഹുമുഖ ബുദ്ധി അഥവാ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ബി ബുദ്ധിശക്തി അഥവാ ഇന്റലക്ച്വൽ എബിലിറ്റി, സി ആത്മീയ ബുദ്ധി സ്പിരിച്വൽ ഇന്റലിജൻസ്, ഡി വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇന്റലിജൻസ്. ഉത്തരം ഡി ആണ്, വൈകാരിക ബുദ്ധിയാണ്. രാഹുൽ നന്നായി ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു അവന്. അനുതാപം, സഹകരണ മനോഭാവം, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആത്മനിയന്ത്രണം, ലക്ഷ്യബോധം ഇതൊക്കെ രാഹുലിന് ഉള്ളത് അവൻ ഇമോഷണൽ ഇന്റലിജൻസ് നന്നായി ഉള്ള ആളായത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ഡി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 5, മേഴ്സി ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രശ്നം നൽകി. തുടർന്ന് ടീച്ചർ ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയിൽ പ്രശ്ന പരിഹരണത്തിനാവശ്യമായ ചെറിയ സൂചനകൾ നൽകുകയും ഓരോ കുട്ടിക്കും
സ്വയം പ്രശ്നപരിഹരണം നടത്താൻ ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തു. ഇവിടെ ടീച്ചറുടെ പെരുമാറ്റ രീതിയിലെ സവിശേഷത. മേഴ്സി ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രശ്നം നൽകി, ഒരു വർക്ക് നൽകി. തുടർന്ന് ടീച്ചർ ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയിൽ പ്രശ്നപരിഹരണത്തിന് ആവശ്യമായ ചെറിയ സൂചനകൾ നൽകുകയും ഓരോ കുട്ടിക്കും സ്വയം പ്രശ്നപരിഹരണം നടത്താൻ ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തു. ഇവിടെ ടീച്ചറുടെ പെരുമാറ്റ രീതിയിലെ സവിശേഷത: എ. പിന്തുണ നൽകൽ, സപ്പോർട്ടിംഗ്. ബി. കൈത്താങ് നൽകൽ, സ്കഫോൾഡിംഗ്. സി. സഹായം നൽകൽ, ഹെൽപ്പിംഗ്. ഡി. പഠിപ്പിക്കൽ അഥവാ ടീച്ചിങ്. ഏതാണ് ഉത്തരം? ഉത്തരം ബി ആണ്. കൈത്താങ് നൽകൽ, സ്കഫോൾഡിംഗ്. ഓരോ കുട്ടിക്കും സ്വയം ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുക, അതിനാണ് കൈത്താങ് നൽകുക എന്ന് പറയുന്നത്. അപ്പോൾ ബി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 6. പ്രവൃത്തി പരിചയ അധ്യാപകൻ ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് ആശംസാ കാർഡ് നിർമ്മിക്കുന്ന വിധം ക്ലാസ്സിൽ കാണിച്ചു കൊടുക്കുകയാണ്. അധ്യാപകൻ ചെയ്യുന്നത് നോക്കി അതുപോലെ കുട്ടികൾ ചെയ്യുന്നു. ഏത് തരം പഠനമാണിത്? അധ്യാപകൻ ചെയ്യുന്നത് നോക്കി കുട്ടികൾ അതുപോലെ തന്നെ ചെയ്യാണ്. ഇത് ഏതു തരം പഠനമാണ്? എ. കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിംഗ്. ബി. ഗ്രൂപ്പ് പഠനം അഥവാ ഗ്രൂപ്പ് ലേണിംഗ്. സി. ശ്രമ പരാജയ പഠനം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഡി. നിരീക്ഷണ പഠനം അഥവാ ഒബ്സർവേഷണൽ ലേണിംഗ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. ഏതാണ് ഉത്തരം? ഡി ആണ് ഉത്തരം. നിരീക്ഷണ പഠനമാണ്, ഒബ്സർവേഷണൽ ലേണിംഗ്. അധ്യാപകൻ ചെയ്യുന്നത് നോക്കി അതുപോലെ കുട്ടികൾ ചെയ്യാണ്. അതുകൊണ്ട് അത് നിരീക്ഷിച്ച് പഠിക്കുകയാണല്ലോ, അതാണ് നിരീക്ഷണ പഠനം. ഡി ആണ് ഉത്തരം. 7ാമത്തെ ചോദ്യം. എലിമെന്ററി തലത്തിൽ ഗുണനിലവാര വർധനയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലവിലിരിക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ഏതാണ്? എലിമെന്ററി തലത്തിൽ, എലിമെന്ററി തലം എന്ന് പറഞ്ഞാൽ പ്രൈമറി തലത്തിൽ ഗുണനിലവാര വർധനയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലവിലിരിക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയ പദ്ധതി. അതേതാണ്? എ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ബി. സർവശിക്ഷ അഭിയാൻ. സി. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, RMSA. ഡി. മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്. ഉത്തരം ഏതാണ്? സർവശിക്ഷാ അഭിയാൻ, SSA പദ്ധതി പ്രൈമറി തലത്തിൽ അഥവാ എലിമെന്ററി തലത്തിൽ ഗുണനിലവാര വർധനയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലവിലിരിക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി. അതാണ് SSA, സർവശിക്ഷാ അഭിയാൻ. 8ാമത്തെ ചോദ്യം. മെച്ചപ്പെട്ട പഠനം ഉറപ്പാക്കുന്നതിന് ഒരു അധ്യാപകന് ആവശ്യം ഉണ്ടാകേണ്ടത്, മെച്ചപ്പെട്ട പഠനം ഉറപ്പാക്കുന്നതിന് ഒരു അധ്യാപകന് നിർബന്ധമായി ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാം? അതാണ് ചോദ്യം. എ. പഠിതാക്കളെ കുറിച്ചുള്ള അറിവ്, നോളജ് അബൌട്ട് ദ ലേണർ. ബി. വ്യക്തമായ ഉള്ളടക്ക ധാരണ, തറോ കണ്ടന്റ് നോളജ്. സി. വിനിമയ രീതിയിലുള്ള അറിവ്, നോളജ് ഓഫ് മെത്തഡോളജി. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം, ഓൾ ദ എബവ്. മെച്ചപ്പെട്ട പഠനം ഉറപ്പാക്കുന്നതിന് ഒരു അധ്യാപകന് ആവശ്യം അഥവാ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എ നോക്കാം. പഠിതാക്കളെ കുറിച്ചുള്ള അറിവ്, താൻ പഠിപ്പിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള അറിവ് അതുണ്ടായിരിക്കണം. ആ കുട്ടികളുടെ നിലവാരം അയാൾക്ക് അറിയണം. ശരിയാണ്. വ്യക്തമായ ഉള്ളടക്ക ധാരണ, ഉള്ളടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിപ്പിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള ധാരണ, അത് വേണമല്ലോ, എങ്കിലല്ലേ പഠിപ്പിക്കാൻ പറ്റൂ. അതും വേണം. വിനിമയ രീതിയിലുള്ള അറിവ്, മെത്തഡോളജി, ഇത് എങ്ങനെ പഠിപ്പിക്കണം എന്ന രീതി കൂടി അയാൾ അറിയണം. അതും ശരിയാണ്. അപ്പൊ ഇത് മൂന്നും വേണം. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന ഡി എന്ന ഓപ്ഷനാണ് ശരി. ഡി ആണ് ശരിയായ ഉത്തരം. പഠിതാക്കളെ കുറിച്ചുള്ള അറിവ് വേണം, വ്യക്തമായ ഉള്ളടക്ക ധാരണ വേണം, വിനിമയ രീതിയിലുള്ള അറിവും അയാൾക്ക് വേണം. ഡി ആണ് ഉത്തരം. 9.
സമൂഹത്തിലെ കൂടുതൽ അറിവുള്ള അംഗങ്ങളുമായുള്ള ഇടപഴകലിലൂടെ ജ്ഞാതൃപ്രക്രിയകളും കഴിവുകളും അഥവാ കോഗ്നിറ്റീവ് പ്രോസസ്സസ് ആൻഡ് സ്കിൽസ് കുട്ടികളിലേക്ക് പ്രസരണം ചെയ്യപ്പെടുന്നു എന്ന് വിശദീകരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? സമൂഹത്തിലെ കൂടുതൽ അറിവുള്ള അംഗങ്ങളുമായുള്ള ഇടപഴകലിലൂടെ ജ്ഞാതൃപ്രക്രിയകളും കഴിവുകളും കുട്ടികളിലേക്ക് പ്രസരണം ചെയ്യപ്പെടുന്നു എന്ന് വിശദീകരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? എ. ജെ ബി വാട്സൺ, ബി. എൽ എസ് വൈഗോഡ്സ്കി, സി. മാക്സ് വെർത്തൈമർ, ഡി. സിഗ്മണ്ട് ഫ്രോയിഡ്. ഉത്തരം ഏതാണ്? ഉത്തരം ബി ആണ്. എൽ എസ് വൈഗോഡ്സ്കി ആണ് ഇങ്ങനെ വിശദീകരിച്ചിട്ടുള്ളത്. എൽ എസ് വൈഗോഡ്സ്കി, ബി ആണ് ഉത്തരം. 10ാമത്തെ ചോദ്യം, RTE ആക്ട് 2009 അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ബാധകമായിട്ടുള്ളത് എ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ബി. ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം ഒഴികെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും, സി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും, ഡി. ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം ഒഴികെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ RTE ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ ബാധകമായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം ബി ആണ്. ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം ഒഴികെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും. ബി ആണ് ഉത്തരം. 11. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരം വിദ്യാഭ്യാസമാണ് കൂടുതൽ അഭികാമ്യം? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരം വിദ്യാഭ്യാസമാണ് കൂടുതൽ അഭികാമ്യം? എ. സ്പെഷ്യൽ വിദ്യാഭ്യാസം അഥവാ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ബി. സംയോജിത വിദ്യാഭ്യാസം ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, സി. സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഡി. പൊതുവിദ്യാഭ്യാസം ജനറൽ എഡ്യൂക്കേഷൻ. ഉത്തരം സി ആണ്, സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. 12. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിന് ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് സമീപനം സ്വീകരിക്കാം? ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിന് ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് സമീപനം സ്വീകരിക്കാം? എ. മെഡിക്കൽ പരിശോധന, ബി. വിദ്യാഭ്യാസ സിദ്ധി പരീക്ഷ, സി. മുകളിലെ എയും ബിയും, ഡി. സഹപഠിതാക്കളുടെ അഭിപ്രായം. ഏതാണ് ശരി? സി ആണ് ഉത്തരം. മെഡിക്കൽ പരിശോധന വേണ്ടി വന്നേക്കാം, വിദ്യാഭ്യാസ സിദ്ധി പരീക്ഷയും വേണ്ടി വന്നേക്കാം. അപ്പൊ ഇത് രണ്ടും എയും ബിയും എന്ന സി എന്ന ഈ ഓപ്ഷനാണ് ഇതിന് ഉത്തരമായിട്ടുള്ളത്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിന് മെഡിക്കൽ പരിശോധനയും വിദ്യാഭ്യാസ സിദ്ധി പരീക്ഷയും വേണ്ടി വന്നേക്കും. അപ്പൊ സി ആണ് ഉത്തരം. ചോദ്യം 13. ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് കണ്ടെത്തുന്നതിന് ടീച്ചർ കുട്ടികളോട് വിവിധ തരത്തിലുള്ള ത്രികോണങ്ങൾ വരച്ച് അവയുടെ കോണുകൾ അളന്ന് അളവുകളുടെ തുക കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. ഇവിടെ ടീച്ചർ ഏത് പഠന രീതിയാണ് ഉപയോഗിക്കുന്നത്? ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് കണ്ടെത്തുന്നതിന് ടീച്ചർ കുട്ടികളോട് വിവിധ തരത്തിലുള്ള ത്രികോണങ്ങൾ വരച്ച് അവയുടെ കോണുകൾ അളന്ന് അവകളുടെ തുക കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. ഇവിടെ ടീച്ചർ ഏത് പഠന രീതിയാണ് ഉപയോഗിക്കുന്നത്? എ. നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡ്, ബി. ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ്, സി. അപഗ്രഥന രീതി അനലൈറ്റിക്കൽ മെത്തേഡ്, ഡി. ഉദ്ഗ്രഥന രീതി സിന്തറ്റിക് മെത്തേഡ്. ഉത്തരം ബി ആണ്, ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ് ഇവിടെ ടീച്ചർ പ്രയോഗിക്കുന്നത്. 14. 5 വയസ്സുകാരനായ അമൽ സ്വയം സംസാരിച്ചുകൊണ്ടാണ് മിക്കപ്പോഴും കളിക്കാറുള്ളത്.
കുട്ടിയുടെ ഈ സ്വഭാവം സൂചിപ്പിക്കുന്നത് 5 വയസ്സുകാരനായ അമൽ സ്വയം സംസാരിച്ചുകൊണ്ടാണ് മിക്കപ്പോഴും കളിക്കാറുള്ളത്. കുട്ടിയുടെ ഈ സ്വഭാവം സൂചിപ്പിക്കുന്നത് എ. സംഭാഷണ ചാതുര്യം, പ്രൊഫിഷ്യൻസി ഇൻ സ്പീച്ച്. ബി. ഡിസ്ലെക്സിയ. സി. ഭാഷാപരമായ വികാസം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഡി. കളിയിലെ മിടുക്ക്. ഉത്തരം സി ആണ്. ഭാഷാപരമായ വികാസം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. 15. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വിവ്രജന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വിവ്രജന ചിന്ത അഥവാ ഡൈവർജന്റ് തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? എ. തുറന്ന ചോദ്യങ്ങൾ. ബി. അടഞ്ഞ ചോദ്യങ്ങൾ. സി. ടീച്ചറുടെ വിശദീകരണം. ഡി. കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇവിടെ 4 വിവ്രജന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം എ ആണ്. തുറന്ന ചോദ്യങ്ങൾ. തുറന്ന ചോദ്യങ്ങൾ കുട്ടികളുടെ വിവ്രജന ചിന്തയെ പ്രോത്സാഹിപ്പിക്കും. എ ആണ് ഉത്തരം. 16. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ പഠന തെളിവുകളുടെ ശേഖരം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ പഠന തെളിവുകളുടെ ശേഖരം ഏതാണ്? എ. പ്രോഗ്രസ് കാർഡ്. ബി. ഇവാലുവേഷൻ പ്രൊഫൈൽ. സി. പോർട്ട്ഫോളിയോ. ഡി. ശേഖരണം. ഈ 4 കുട്ടിയുടെ പഠന തെളിവുകളുടെ ശേഖരം ഏതാണ്? ഉത്തരം സി ആണ്. പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ ആണ് ശരിയായ ഉത്തരം. സി എന്ന ഓപ്ഷൻ. 17. പാഠഭാഗങ്ങളെ ലളിതമായതിൽ നിന്ന് കഠിനമായതിലേക്കും അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കും എന്ന തരത്തിൽ ക്രമീകരിക്കുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? പാഠഭാഗങ്ങളെ ലളിതമായതിൽ നിന്ന് കഠിനമായതിലേക്കും അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കും എന്ന തരത്തിൽ ക്രമീകരിക്കുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? എ. ഉള്ളടക്ക രീതി, ടോപ്പിക്കൽ മെത്തേഡ്. ബി. ചാക്രിക രീതി, സ്പൈറൽ മെത്തേഡ്. സി. നിഗമന രീതി, ഡിഡക്റ്റീവ് മെത്തേഡ്. ഡി. ഗവേഷണ രീതി, റിസർച്ച് മെത്തേഡ്. അപ്പോൾ ലളിതമായതിൽ നിന്ന് കഠിനമായതിലേക്ക്, അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിക്കുന്നതിന് എന്ത് പേര് പറയും എന്നാണ് ചോദ്യം. ഉത്തരം ബി ആണ്. ചാക്രിക രീതി അഥവാ സ്പൈറൽ മെത്തേഡ്. ചാക്രിക രീതി എന്നാണ് പറയുന്നത്. 18. റസിയ ടീച്ചറുടെ ക്ലാസ്സിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ ഉണ്ട്. അവർക്കായി ടീച്ചർ തൻ്റെ ടീച്ചിങ് മാനുവലിലെ പഠന പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ടീച്ചറുടെ ഈ പ്രവർത്തനത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഒന്നുകൂടി വായിക്കാം. റസിയ ടീച്ചറുടെ ക്ലാസ്സിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ ഉണ്ട്. അവർക്കായി ടീച്ചർ തൻ്റെ ടീച്ചിങ് മാനുവലിലെ പഠന പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ടീച്ചറുടെ ഈ പ്രവർത്തനത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം? എ. സ്വാംശീകരണം, അസിമിലേഷൻ. ബി. മെച്ചപ്പെടുത്തൽ അഥവാ മോഡിഫിക്കേഷൻ. സി. സംയോജനം അഥവാ ഇന്റിഗ്രേഷൻ. ഡി. അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ. ഉത്തരം ഡി ആണ്. അനുരൂപീകരണം, അഡാപ്റ്റേഷൻ. ക്ലാസ്സിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കൂടി പരിഗണിച്ച് ടീച്ചിങ് മാനുവലിലെ പഠന പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നു ടീച്ചർ. അതിനെ അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. 19. വിലയിരുത്തലിന്റെ ഉദ്ദേശം എന്താണ്? വിലയിരുത്തലിന്റെ ഉദ്ദേശം: എ. കുട്ടികൾക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് ക്ലാസ് കയറ്റം നൽകുക. ബി. കുട്ടികൾ എത്രമാത്രം പഠിച്ചു എന്നറിയുക. സി. കുട്ടികളുടെ പഠനത്തിലെ പ്രയാസങ്ങൾ അറിയുക. ഡി. മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം. വിലയിരുത്തലിന്റെ ഉദ്ദേശം: കുട്ടിയെ വിലയിരുത്തിയതിനു ശേഷം, കുട്ടിയുടെ പഠന നിലവാരമൊക്കെ വിലയിരുത്തിയതിനു ശേഷമാണ് കുട്ടികൾക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് ക്ലാസ് കയറ്റം നൽകുന്നത്. അപ്പോൾ എ അതിൻ്റെ ഉത്തരമാണ്. പിന്നെ കുട്ടികൾ എത്രമാത്രം പഠിച്ചു എന്നറിയാനും വിലയിരുത്തൽ വേണം.
കുട്ടികളുടെ പഠനത്തിലെ പ്രയാസങ്ങൾ അറിയാനും അത് ഉപകാരപ്പെടും അല്ലെ. ഇത് മൂന്നും ഉണ്ട്. അപ്പോൾ ഡി ആണ് ഉത്തരം. മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം. അപ്പോൾ ഡി എന്ന ഈ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 20. അഹം കേന്ദ്രീകൃത ചിന്ത. അഹം കേന്ദ്രീകൃത ചിന്ത അഥവാ ഈഗോസെൻട്രിസം എന്ന മനഃശാസ്ത്ര ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? അഹം കേന്ദ്രീകൃത ചിന്ത അഥവാ ഈഗോസെൻട്രിസം എന്ന മനഃശാസ്ത്ര ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? എ. ജീൻ പിയാഷെ, ബി. ജെറോം എസ് ബ്രൂണർ, സി. ലവ് വൈഗോട്സ്കി, ഡി. കാൾ റോജേഴ്സ്. ഇവരിൽ ആരാണ് ഈ ആശയം ഈഗോസെൻട്രിസം എന്ന ആശയം അവതരിപ്പിച്ചത്? ഉത്തരം എ ആണ്, ജീൻ പിയാഷെ. ജീൻ പിയാഷെയാണ് ഈഗോസെൻട്രിസം അഥവാ അഹം കേന്ദ്രീകൃത ചിന്ത എന്ന മനഃശാസ്ത്ര ആശയം അവതരിപ്പിച്ചത്. 21. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ ദീപ കഠിനമായി പ്രയത്നിക്കുന്നു. ദീപയുടെ ഈ സ്വഭാവം കാണിക്കുന്നത് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ ദീപ കഠിനമായി പ്രയത്നിക്കുന്നു. ദീപയുടെ ഈ സ്വഭാവം കാണിക്കുന്നത് എ. ബുദ്ധിപരമായ കഴിവ് അഥവാ കോഗ്നിറ്റീവ് എബിലിറ്റി, ബി. സമയബന്ധിതമായ തയ്യാറെടുപ്പ് ടൈംലി പ്രിപ്പറേഷൻ, സി. ഉയർന്ന നിലയിലുള്ള അഭിപ്രേരണ ഹൈ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, ഡി. രക്ഷിതാക്കളെ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹം ഡിസയർ ടു ഇംപ്രസ് പാരന്റ്സ്. അപ്പോൾ ദീപ കഠിനമായിട്ട് പ്രയത്നിക്കുന്നു. ഈ ദീപയുടെ ഈ സ്വഭാവം കാണിക്കുന്നത് എന്താണ്? സി ആണ് ഉത്തരം, ഉയർന്ന നിലയിലുള്ള അഭിപ്രേരണ ഹൈ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. സി ആണ് ഉത്തരം. 22. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സഹവർത്തിത ക്ലാസ്സിലെ പഠിതാവിന് ഇല്ലാത്ത സവിശേഷത ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സഹവർത്തിത ക്ലാസ്സിലെ പഠിതാവിന് ഇല്ലാത്ത സവിശേഷത ഏതാണ്? എ. സ്വയം വിലയിരുത്തലും പരസ്പര വിലയിരുത്തലും സെൽഫ് അസസ്മെന്റ് ആൻഡ് പിയർ അസസ്മെന്റ്, ബി. സഹപാഠികൾക്ക് കൈത്താങ് നൽകൽ പ്രൊവൈഡിംഗ് സ്കഫോൾഡിംഗ് ടു കോ ലേണേഴ്സ്, സി. ആശയങ്ങൾ പങ്കുവെക്കൽ ഷെയറിംഗ് ഓഫ് ഐഡിയാസ്, ഡി. സ്വയം പഠനത്തിൽ മുഴുകൽ ഇൻവോൾവിംഗ് ഇൻ സെൽഫ് സ്റ്റഡി. ഉത്തരം ഏതാണ്? ഉത്തരം ഡി ആണ്, സ്വയം പഠനത്തിൽ മുഴുകൽ. അതാണ് സഹവർത്തിത ക്ലാസ്സിലെ പഠിതാവിന് ഇല്ലാത്ത സവിശേഷത. അപ്പോൾ മുകളിൽ പറഞ്ഞ മൂന്നും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വയം വിലയിരുത്തലും പരസ്പര വിലയിരുത്തലും ഉണ്ടാകും, സഹപാഠികൾക്ക് കൈത്താങ് നൽകും, സി. ആശയങ്ങൾ പങ്കുവെക്കലുണ്ടാകും. അപ്പോൾ ഇതൊക്കെ സഹവർത്തിത ക്ലാസ്സിലെ സവിശേഷതകളാണ്. അതിലില്ലാത്തത്, സഹവർത്തിത ക്ലാസ്സിലെ പഠിതാവിന് ഇല്ലാത്ത സവിശേഷത സ്വയം പഠനത്തിൽ മുഴുകലാണ്. ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 23. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ക്രിയാഗവേഷണത്തിലേക്ക് നയിക്കുന്നത്? ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ചിലേക്ക് നയിക്കുന്നത്? എ. സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്താൻ, ബി. പ്രബന്ധങ്ങൾ തയ്യാറാക്കാൻ, സി. ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഡി. ഒരു സിദ്ധാന്തം പരിശോധിക്കാൻ. എന്തിനാണ് ആക്ഷൻ റിസർച്ച് നടത്തുന്നത്, ക്രിയാഗവേഷണം നടത്തുന്നത് എന്നതാണ് ചോദ്യത്തിന്റെ ഉദ്ദേശം. ഇതിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഉത്തരം സി ആണ്, ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പ്രത്യേകം ഓർത്ത് വെക്കുക. ആക്ഷൻ റിസർച്ച് ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. 24. താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതുക. വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളാണ് താഴെ 1, 2, 3, 4 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇവയെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്ന് പറയും. താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതണം. അതിൻ്റെ ക്രമപ്രകാരം എഴുതുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 1. രൂപാത്മക മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 2. ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ്. 3. ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്.
4 മനോവ്യാപാര പൂർവഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ ഈ 4ഉം ക്രമപ്രകാരം എഴുതണം. അപ്പൊ എങ്ങനെയാണ് വേണ്ടത്? ആദ്യം ഇതാണ് വരേണ്ടത്, ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. രണ്ടാമതായി വേണ്ടത് മനോവ്യാപാര പൂർവഘട്ടമാണ്, മനോവ്യാപാര പൂർവഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മൂന്നാമതായിട്ട് വരേണ്ടത് ഇതാണ് രൂപാത്മക മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. നാലാമതായിട്ടാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം വേണ്ടത്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ വരുന്നത് ഏതാണ്? ബി എന്ന ഓപ്ഷനാണ് അല്ലേ. ആദ്യം രണ്ടാമത്തത് അഥവാ ഇന്ദ്രിയ ചാലക ഘട്ടം, പിന്നെ നാലാമത്തത് മനോവ്യാപാര പൂർവഘട്ടം, പിന്നെ ഒന്നാമത്തത് രൂപാത്മക മനോവ്യാപാര ഘട്ടം, പിന്നെ മൂന്നാമത്തത് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഈ ക്രമത്തിലാണ് ഇത് വരേണ്ടത്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 25 ശിക്ഷയെ ഭയന്ന് അനുസരണ കാണിക്കുന്ന ഒരു കുട്ടി നൈതിക വികാസത്തിന്റെ അഥവാ മോറൽ ഡെവലപ്മെന്റിന്റെ ഏതു തലത്തിലാണ്? ശിക്ഷയെ ഭയന്ന് അനുസരണ കാണിക്കുന്ന ഒരു കുട്ടി നൈതിക വികാസത്തിന്റെ അഥവാ മോറൽ ഡെവലപ്മെന്റിന്റെ ഏതു തലത്തിലാണ്? എ വ്യവസ്ഥാപിത തലം, കൺവെൻഷനൽ ലെവൽ. ബി വ്യവസ്ഥാപിത പൂർവ്വതലം, പ്രീ കൺവെൻഷനൽ ലെവൽ. സി അവ്യവസ്ഥാപിത തലം, ആന്റി കൺവെൻഷനൽ ലെവൽ. ഡി വ്യവസ്ഥാപിതാനന്തര തലം, പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ. ഉത്തരം ഏതാണ്? ഉത്തരം ബി ആണ്, വ്യവസ്ഥാപിത പൂർവ്വതലം, പ്രീ കൺവെൻഷനൽ സ്റ്റേജ്. ശിക്ഷയെ ഭയന്ന് അനുസരണ കാണിക്കുന്ന ഒരു കുട്ടി നൈതിക വികാസത്തിന്റെ അഥവാ മോറൽ ഡെവലപ്മെന്റിന്റെ വ്യവസ്ഥാപിത പൂർവ്വതലത്തിലാണ് അഥവാ പ്രീ കൺവെൻഷനൽ ലെവലിലാണ്. ബി ആണ് ഉത്തരം. 26 ടീച്ചർ ക്ലാസ്സിൽ പ്രശ്നങ്ങൾ നൽകുമ്പോൾ അവ നൂതനവും വ്യത്യസ്തവുമായ വഴികളിലൂടെയാണ് ബിജി പരിഹരിക്കാൻ ശ്രമിക്കുക. ബിജിയുടെ ഈ സ്വഭാവം സൂചിപ്പിക്കുന്നത് ടീച്ചർ ക്ലാസ്സിൽ പ്രശ്നങ്ങൾ നൽകുമ്പോൾ അവ നൂതനവും വ്യത്യസ്തവുമായ വഴികളിലൂടെയാണ് ബിജി പരിഹരിക്കാൻ ശ്രമിക്കുക. ബിജിയുടെ ഈ സ്വഭാവം സൂചിപ്പിക്കുന്നത് എ അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ, ബി കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിംഗ്, സി ഓർമ്മ അഥവാ മെമ്മറി, ഡി സൃഷ്ടിപരത അഥവാ ക്രിയേറ്റിവിറ്റി. ഉത്തരം ഡി ആണ്, സൃഷ്ടിപരത അഥവാ ക്രിയേറ്റിവിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി അഥവാ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ അഥവാ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. ബി ഭാഷാപരമായ ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. സി ധാർമ്മികമായ ബുദ്ധി, മോറൽ ഇന്റലിജൻസ്. ഡി സംഗീതപരമായ ബുദ്ധി, മ്യൂസിക്കൽ ഇന്റലിജൻസ്. ഇതിലേതാണ് ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഏതാണ്? സി ആണ്, ധാർമ്മികമായ ബുദ്ധി, മോറൽ ഇന്റലിജൻസ്. മോറൽ ഇന്റലിജൻസ് അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ഇല്ല. ആന്തരിക വൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസും ഭാഷാപരമായ ബുദ്ധി ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസും സംഗീതപരമായ ബുദ്ധി മ്യൂസിക്കൽ ഇന്റലിജൻസും അദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. അദ്ദേഹം അവയെ വിശദീകരിച്ചിട്ടുണ്ട്. 28 ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് പ്രയാസം അനുഭവപ്പെടുന്നത്? ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് പ്രയാസം അനുഭവപ്പെടുന്നത്? എ ശാരീരിക ചലനങ്ങൾക്ക്, ബി അനുയോജ്യമായ രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്നതിന്, സി തൻ്റെ പ്രായത്തിലുള്ളവരുമായി കൂട്ടുകൂടുന്നതിന്, ഡി മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതിന്. ഇതിലേതിനാണ് ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് പ്രയാസം ഉണ്ടാവുക? ഉത്തരം ബി ആണ്, അനുയോജ്യമായ രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്നതിന് ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് പ്രയാസം ഉണ്ടായിരിക്കും. അപ്പൊ ബി ആണ് ഉത്തരം. 29 പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി
പരാജയ കാരണമായി ചോദ്യകർത്താവിനെ കുറ്റപ്പെടുത്തുന്നു. ഏത് സമായോജന തന്ത്രമാണ് അഥവാ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസമാണ് കുട്ടി ഇവിടെ ഉപയോഗിക്കുന്നത്? പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയ കാരണമായി ചോദ്യകർത്താവിനെ കുറ്റപ്പെടുത്തുന്നു. ഏത് സമായോജന തന്ത്രമാണ് കുട്ടി ഇവിടെ ഉപയോഗിക്കുന്നത്? എ. യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ. ബി. ഉദാത്തീകരണം സബ്ലിമേഷൻ. സി. ദമനം റെപ്രഷൻ. ഡി. പശ്ചാത്ഗമനം റെഗ്രഷൻ. ഉത്തരം എ ആണ്, യുക്തീകരണം റാഷണലൈസേഷൻ. 30. ടെക്നോളജിയുടെ ഉപയോഗം പരമാവധി ഫലപ്രദമാക്കുന്നതിന് വേണ്ടി നാം സ്കൂളുകളിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതി ഏതാണ്? ടെക്നോളജിയുടെ ഉപയോഗം പരമാവധി ഫലപ്രദമാക്കുന്നതിന് വേണ്ടി നാം സ്കൂളുകളിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതി ഏതാണ്? എ. ഇൻഫർമേഷൻ ടെക്നോളജി വിദ്യാഭ്യാസം. ബി. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിദ്യാഭ്യാസം. സി. ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ ടെക്നോളജി വിദ്യാഭ്യാസം. ഡി. ഇൻഫർമേഷൻ കേരള മിഷൻ വിദ്യാഭ്യാസം. ഉത്തരം ഏതാണ്? ബി ആണ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിദ്യാഭ്യാസം. ബി ആണ് ഉത്തരം.